ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. മൈദയും പാലും ഒക്കെ വെച്ചിട്ട് കൊക്കോ പൗഡറും ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് വിപ്പിംഗ് ക്രീം കിട്ടാത്തവരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ ഇതിൽ തന്നെ ചോക്ലേറ്റ് ഗനാഷ് കൂടി കാണിക്കുന്നുണ്ട്. ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒന്നും യൂസ് ചെയ്യാതെയുള്ള ചോക്ലേറ്റ് ഗനാഷാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് മൈദയും കൊക്കോ പൗഡറും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. അപ്പോൾ 1 കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീമാണ് കാണിക്കുന്നത്. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ മാത്രമേ ഒരു നല്ലൊരു കളറ് കിട്ടൂ. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പാല് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. കുറേശ്ശെ മാത്രം ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡറിലൊക്കെ നന്നായിട്ട് കട്ടയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ചേർത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പാല് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് പാലൂടെ ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ 2 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ഇത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാൻ ക്രീം ഒന്ന് കുറുക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൂടുതലായിട്ട് നല്ല മധുരം വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ അധികത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. പാലിനി കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തരിയുള്ള പഞ്ചസാര ചേർത്തതുകൊണ്ട് കട്ടയില്ലാതെ തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള പാലുകൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് പാലെന്ന് പറയുന്നത് 500 ml പാലാണ്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കാം. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് നല്ലതുപോലെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി കൈവിടാതെ തന്നെ ഇളക്കിയിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പിന്നീട് ഇതിലേക്ക് ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്, ഒരു 100 ഗ്രാം ബട്ടർ. അപ്പോൾ അത്രയും ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ഈ സമയത്ത് ഇതിലേക്ക് ബട്ടർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കുറുക്കിയെടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കുറുക്കിയെടുത്താൽ മതി. എന്നിട്ട് തണുപ്പിച്ചിട്ട് കേക്കിലേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് തിക്കായി കഴിയുമ്പോൾ ഒന്ന് തണുക്കാൻ വെച്ചിട്ട് പിന്നീട് ബട്ടർ ഇതിലേക്ക് ബീറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഈ സമയത്ത് ബട്ടർ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പരന്ന ഒരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇതിനി കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്താൽ മതി. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് കട്ട തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കട്ടയൊക്കെ പോയി കിട്ടും. പിന്നെ നിങ്ങൾ പിന്നീട് ഇതിലേക്ക് ബട്ടർ ചേർക്കുന്നില്ലെങ്കിൽ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടും. ഇപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്രീം തണുത്തിട്ടുണ്ട്. ഇനി 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് സോഫ്റ്റായ ബട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും ബട്ടർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ചെയ്താൽ മതി. നമ്മളത് തിക്കാക്കി എടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ബട്ടർ അതിലേക്ക് ചേർത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ കേക്കിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഈ 100 ഗ്രാം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പ് മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. 1 മണിക്കൂർ മുമ്പൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു ക്രീം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ക്രീം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നന്നായിട്ട് തിക്കായി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും ചൂടില്ലാതെ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ബട്ടറിലേക്ക് ചേർക്കുമ്പോൾ ചൂട് ഒട്ടും പാടില്ല. ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. എല്ലാം ഇതുപോലെ തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട്. നമ്മൾ ചോക്ലേറ്റും ഹെവി ക്രീമും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമും കോമ്പൗണ്ട് ചോക്ലേറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ക്രീമിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തതായിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് റെഡിയാക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. തരിയോട് കൂടിയ പഞ്ചസാരയാണ്. 1/2 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിനി അടുപ്പത്ത് വെച്ചിട്ട് കുറഞ്ഞ തീയിലിട്ടിട്ടാണ് ഒന്ന് തിക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കാവുന്നത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു തിളക്കമൊക്കെ കിട്ടും ചോക്ലേറ്റ് ഗനാഷിന്. ഇപ്പോൾ ഇത്രയും ഒരു നല്ല തിക്കിൽ വന്നിട്ടുണ്ട്. കുറച്ചൊരു ലൂസായിട്ടാണ് നമ്മൾ ക്രീം കേക്കിലേക്ക് ഐസിങ് ചെയ്യുന്ന ക്രീമിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ട് നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാൻ പാകത്തിനാണുള്ളത്. കറക്റ്റ് ആ ചോക്ലേറ്റ് ഗനാഷ് പോലെ തന്നെ നല്ല ഗ്ലേസിങ്ങോടുകൂടി നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ തന്നെ കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കേക്കിലേക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ട്രിപ്പ് ചെയ്ത് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ചോക്ലേറ്റ് ഇല്ലാത്തവർക്കും ഹെവി ക്രീം ഇല്ലാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് ഗനാഷിൻ്റെയും അതുപോലെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിൻ്റെയും റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്